പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ക്രിസ്തുവിലെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കേറെ സന്തോഷമുള്ള ദിനങ്ങളാണിത്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളോട് ചേർന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ നമ്മൾ ഏറ്റവും അധികമായിട്ട് ബഹുമാനിക്കുക പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണെന്ന് വിശുദ്ധ അഗസ്റ്റിനോസും വിശുദ്ധ ജെറോമും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ സൊഫ്രേനിനൂസ് പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അമ്മയുടെ ജീവിതത്തിലെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറച്ച് സമയം ദൈവവചനത്തോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് സ്നേഹത്തോടെ പഠിപ്പിച്ചു തരുന്ന കുറച്ച് പുണ്യങ്ങളെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. വളരെ പ്രത്യേകമായിട്ട് ആദ്യമേ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നുവെന്ന്. ദൈവത്തിൻ്റെ വലിയ രക്ഷാകര രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മ. ഈ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ, കന്യക മാതാവേ, കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മ ഞങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട്, അമ്മയുടെ പുണ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട്, ദൈവവചനത്തിലൂടെ ദൈവത്തിന് മഹത്വം നൽകുവാനായിട്ട് ഞങ്ങളോടൊപ്പമായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ ദൈവത്തിന് നൽകുന്നൊരു സാക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും വരെ തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്നാണ് തിരുവചനം വചനത്തിന് നൽകുന്ന സാക്ഷ്യം. സ്നേഹം നിറഞ്ഞവരെ, ഈ ദൈവ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ധ്യാനിക്കുക. ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തുന്ന സമയത്ത് ഏറെ സ്നേഹത്തോടുകൂടി യേശുവിന് സ്നേഹത്തോടുകൂടി അമ്മ ചുംബനം നൽകുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി ആ ശിശുവിനെ പരിപാലിക്കുന്നുണ്ട്. ദൈവവചനമാകുന്ന യേശുവിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന വചനമാണ്. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നൊരു മാതൃകയാണ് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിട്ട് മാറുക. അപ്രകാരം ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നവരാകുമ്പോൾ കർത്താവിനെതിരായിട്ട് തിന്മ ചെയ്യുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാനായിട്ട് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ യേശു നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന്. കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വചനമാണ്. നിരവധി ഉദാഹരണങ്ങൾ, നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ. ചെറിയൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാക്കനാട് തോമസ് എന്നു പേരുള്ള വളരെ പ്രേക്ഷിത തീക്ഷ്ണതയുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിനെ പ്രഘോഷിക്കുവാനായിട്ട് മുഴുവൻ സമയവും ചെലവഴിച്ച ഒരു വ്യക്തിയായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയോട് വിട പറഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്ക് പോയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഈ ഡോക്ടറിന് ഒരു കവുങ്ങിൻ തോട്ടമുണ്ടായിരുന്നു. ഈ കവുങ്ങിൻ തോട്ടത്തിൽ വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. കാരണം എത്രയൊക്കെ വളം ചെയ്തിട്ടും എത്രയൊക്കെ പരിപോഷിപ്പിക്കാൻ നോക്കിയിട്ടും വെള്ളമൊഴിച്ച് കൊടുത്തിട്ടും ഈ കവുങ്ങിൻ തോട്ടം അങ്ങോട്ട് വളരുന്നില്ല. അവസാനം കർത്താവിലുള്ള വിശ്വാസത്താൽ ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ കവുങ്ങിൻ തോട്ടത്തിൻ്റെ 4 ഭാഗത്തും ഒരു സ്പീക്കർ വയ്ക്കുകയാണ്. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് കേൾപ്പിക്കാൻ തുടങ്ങി.
വചനം കേട്ട് ഈ കവുങ്ങിൻ തോട്ടത്തിൽ ഒരു വർഷത്തിനുള്ളിൽ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്തത്രയും നല്ല തഴച്ചു വളരുന്ന കവുങ്ങുകളാണ് അവിടെ കാണുന്നത്. നിരവധി പേര് വന്ന് പരിശോധിക്കുന്നുണ്ട്. അത്രയും വളം കുറഞ്ഞ ഒരു മണ്ണിൽ ഇപ്രകാരം ഒരു ചെടി പോലും മുളയ്ക്കുക അധികം അസാധ്യമാണെന്ന് പറയുന്ന ആ ഒരു സംഭവം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ ഒരു അത്ഭുതമാണ് അവിടെ നമ്മൾ കാണുക. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ഉറക്കെ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മിലേക്ക് വിശുദ്ധീകരണം കടന്നു വരും. അതാണ് യേശു പറയുക, നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നൽകുന്ന ഒരു മാതൃക ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇപ്രകാരമാണ് നമ്മൾ വചനം ധ്യാനിക്കുന്നത്, വചനം ശ്രവിക്കുന്നത്. അതനുസരിച്ച് നമ്മിലേക്ക് ദൈവിക ശക്തി നിറയും. പ്രത്യേകമായിട്ട് ഒരു ചെറിയൊരു സംഭവം കൂടെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വചനം മനസ്സിൽ വായിക്കുന്നവരാണ്. എന്നാൽ ഉറക്കെ വചനം വായിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയുമെന്ന് പറയുന്നുണ്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. വളരെയധികം പ്രാർത്ഥനയുള്ള ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ പ്രയർ ലീഡറായ ഒരു ചേച്ചിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ഈ ഒരു അമ്മച്ചി തൻ്റെ വീട്ടിലിരുന്ന് വചനം ഉറക്കെ വായിക്കുന്ന ശീലമുള്ളതാണ്. ദിവസത്തിൽ മിക്ക സമയത്തും ഉറക്കെ ആ വീട്ടിലിരുന്ന് വചനം വായിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിന് കുറച്ചങ്ങോട്ട് മാറി ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ഈ മന്ത്രവാദി വിവിധങ്ങളായിട്ടുള്ള തിന്മയുടെ ശക്തികളെ ആവാഹിച്ച് വിവിധ മനുഷ്യരുടെ ആത്മാവിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ രോഗബാധിതരാക്കി അല്ലെങ്കിൽ അവരെ ഭൂതാവേശിതരാക്കിയിട്ട് ഈ മന്ത്രവാദിയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് പൈസ വാങ്ങിക്കുവാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ മന്ത്രവാദിയുടെ പക്കലുണ്ടായിരുന്നത്. എന്നാൽ ഈ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ അമ്മച്ചിയുടെ വീടിൻ്റെ മുന്നിലൂടെ പോകണം. അപ്പോൾ അമ്മച്ചി അവിടെ വചനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഭൂതം അല്ലെങ്കിൽ ആ പിശാചു ബാധിച്ച വ്യക്തികൾ ആ വഴി പോകുമ്പോൾ ആ വീടിന് മുന്നിലെത്തുമ്പോൾ തന്നെ അവരെ ബാധിച്ചിരുന്ന ദുർഭൂതങ്ങൾ അവിടെ നിന്നും വിട്ടുപോവുകയാണ്. അവർ സ്വതന്ത്രരാകുകയാണ്. കർത്താവിൻ്റെ വചനം കേട്ട ആ അന്തരീക്ഷത്തിൽ വലിയ അത്ഭുതം നടക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതിനുശേഷം ആ മന്ത്രവാദി അവിടെ നിന്ന് സ്ഥലം വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുക. അത്ര അധികമാണ് ദൈവവചനത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച, ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച, ദൈവവചനത്തെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ മഹാത്മ്യം എത്ര വലുതായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ജനനത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. കൂടുതലായിട്ട് ദൈവവചനത്തെ സ്നേഹിക്കുക, ദൈവവചനത്തിൽ ആഴപ്പെടുക. അപ്രകാരം നമ്മൾ യേശുവിലേക്ക് നമ്മൾ ആഴപ്പെടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു പുണ്യത്തിനായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഞങ്ങളുടെ അമ്മയെ, യേശുവിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാനായിട്ട്, ക്രിസ്തു തന്നെയാകുന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട്, ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ അഗ്നിജ്വാല പോലെയുള്ള ജ്വാലകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രണ്ടാമത്തെ ഒരു പുണ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നൊരു പുണ്യമെന്ന് പറയുന്നൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, എളിമ എന്നൊരു പുണ്യമാണ്. മിക്ക വിശുദ്ധരും പറയുന്നൊരു കാര്യമുണ്ട്, എളിമ എന്ന പുണ്യമില്ലെങ്കിൽ അവിടെ മറ്റു പുണ്യങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് പറയുക. കാരണം ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ പക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിതാവേ, സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടി എന്താണ്? അപ്പോൾ അല്പനേരം ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയും, എളിമയാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി. അതിനുശേഷം രണ്ടാമത് ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, പിതാവേ, അപ്പോൾ സ്വർഗത്തിലേക്കുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? വിശുദ്ധ അഗസ്റ്റിൻ പിന്നെയും പറയും, എളിമ തന്നെ. മൂന്നാമത്തെയും നാലാമത്തെയും മുഴുവൻ പടികളും എളിമ തന്നെയാണ്. എളിമയില്ല എങ്കിൽ മറ്റ് പുണ്യങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്ന് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും സമൃദ്ധമായിട്ട് വിളങ്ങി നിന്ന ഒരു പുണ്യമാണ് എളിമ എന്ന് പറയുന്നത്. ഈ പുണ്യത്തിനായിട്ട് നമ്മൾ വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുക, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനം പറയുക. ആത്മാവിൽ എളിമയുണ്ടായിരിക്കുക, അനുതാപം ഉണ്ടായിരിക്കുക. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരു മനോഭാവം. സ്നേഹം നിറഞ്ഞവരെ, ഇത് വലിയൊരു രഹസ്യമാണ്.
എത്രമാത്രം നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തുന്നുവോ അത്ര അധികമായിട്ട് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാത്മാവ് എത്രമാത്രം ആ ആത്മാവിനെ എളിമപ്പെടുത്തുന്നുവോ അത്ര അധികമായിട്ട് സ്വർഗം ആ ആത്മാവിലേക്ക് താണ് ഇറങ്ങി വരുമെന്ന്. പരിശുദ്ധ അമ്മ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും വലിയ തലത്തിൽ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ സ്വർഗം തന്നെ, ദൈവം തന്നെ അമ്മയിലേക്ക് ഇറങ്ങി വരികയാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ എളിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മഹത്തായ ഈ ഒരു എളിമയുടെ മാതൃക അമ്മയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ വളരെ മനോഹരമായിട്ട് ഈ ഒരു പുണ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എളിമ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതല്ല, മറിച്ച് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഏറ്റുപറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള എളിമ എന്ന് പറയുന്നത്. വേദപാരംഗത എന്നറിയപ്പെടുന്ന വിശുദ്ധയുടെ വളരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ്. നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഇല്ല എന്ന് പറയുന്നതല്ല, മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഏറ്റുപറയുന്നത്. റോമാലേഖനം 9:16 പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇപ്രകാരം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ദൈവികമായിട്ടുള്ള കൃപകൾ നമ്മിലേക്ക് വരും. മക്കേരിയൂസ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ടായിരുന്നു. പുരാതന സഭയിൽ വളരെ മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരാളാണ് ഈ മക്കേരിയൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ ദീർഘനാളത്തെ ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ ആയിട്ട് മരുഭൂമിയിൽ ഒരു ഗുഹയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് വിശുദ്ധൻ്റെ പ്രാർത്ഥനയിൽ വിശുദ്ധനെ പരീക്ഷിക്കുവാനായിട്ട് ഒരു പിശാചിൻ്റെ ഒരു ദൂതൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നീ ഉറക്കമില്ലാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞാനും ഉറക്കമില്ലാതെ മരുഭൂമിയിലും മറ്റും അലഞ്ഞു നടന്ന് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. നീ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നു, ഞാനും ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവസാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെടുത്തുന്നു, അത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിശാച് അവിടെ നിന്ന് പോവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മക്കേരിയൂസിൻ്റെ ജീവിതത്തിലെ ഈ ഒരു മാതൃക വലിയ ശക്തമായിട്ടുള്ള ഈ ഒരു പുണ്യത്തിൻ്റെ വലിയ ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഏറ്റവും എളിമയോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്വസ്ത്രഗീതത്തിൽ ഏറ്റുപറയുക. ഏറെ സ്നേഹത്തോടുകൂടി ഈ ഒരു പുണ്യത്തിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടാകുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഈ ഒരു പുണ്യത്തിൻ്റെ നിറവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, മാതാവേ, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ വലിച്ചടിപ്പിക്കുന്ന എളിമ എന്ന പുണ്യം ഏറെ ശക്തമായിട്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമ എന്ന പുണ്യത്തിൻ്റെ വലിയ കൃപകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കണമേ. ആവേ മരിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്തതായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന മറ്റൊരു ശക്തമായിട്ടുള്ളൊരു പുണ്യമാണ് വിശ്വാസം എന്നുള്ള പുണ്യം. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ സാധാരണ തലത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുക 3 തലത്തിലുള്ള വിശ്വാസമുണ്ടെന്നാണ്. ഒന്നാമത്തെ വിശ്വാസം നാച്ചുറലായിട്ടുള്ള പ്രകൃതിയായുള്ള വിശ്വാസം, രണ്ടാമത്തേത് ആത്മീയമായിട്ടുള്ള വിശ്വാസം, മൂന്നാമത്തേത് വിശ്വാസവരം എന്നാണ് പറയുക. ഈ പ്രകൃതിയായുള്ള വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു വിശ്വാസമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ നമ്മളൊരു വിശ്വാസത്തിലാണ്. കാരണം ഈ സീലിംഗ് ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴില്ല, അല്ലെങ്കിൽ ഫാന് നമ്മുടെ തലയിൽ വീഴില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ഒരുവൻ ഭൂമിയിൽ ചവിട്ടി നടക്കുന്നത് ഭൂമി പിളർന്ന് അടിയിലേക്ക് പോകില്ല എന്നൊരു വിശ്വാസം, അതൊരു സാധാരണയുള്ളൊരു വിശ്വാസമാണ്. ഒരു നിരീശ്വരവാദിക്ക് പോലും ഉള്ള ഒരു വിശ്വാസമാണ്. അത് സാധാരണ തലത്തിലുള്ളൊരു വിശ്വാസം. എന്നാൽ രണ്ടാമതൊരു വിശ്വാസമുണ്ട്, ആത്മീയ തലത്തിലെ വിശ്വാസം. നമുക്കെല്ലാവർക്കും യേശുവിലുള്ള ഒരു വിശ്വാസം ആത്മീയ തലത്തിലെ വിശ്വാസമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നത തലമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായിട്ട് നൽകുന്ന വിശ്വാസ വരമെന്ന വിശ്വാസം. ഈ വിശ്വാസവരത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസവരത്തിലാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുക. അത്ര അധികമാണ്. യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും കടപുഴുകി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുമെന്നാണ് പറയുക. ഈ ഒരു വിശ്വാസവരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഈ ഒരു ദാനം നൽകും. പരിശുദ്ധ അമ്മയിൽ ശക്തമായിട്ട് വിളങ്ങി നിന്ന ഒരു പുണ്യമാണ് ഈ വിശ്വാസം എന്ന് പറയുക. തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. നമ്മളെ തന്നെ നമ്മുടെ ബുദ്ധിയും
മനസ്സും ആത്മാവും പൂർണ്ണമായിട്ടും ദൈവത്തിന് അടിയേറ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 143 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞവരെ അത്ര അധികമാണ് ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുക. വളരെ പ്രത്യേകമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ ആ ഒരു 2 വാക്യങ്ങൾ എടുത്തൊന്ന് ധ്യാനിച്ചാൽ മതി. വിശ്വാസ പ്രമാണത്തിൻ്റെ ആരംഭത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, സർവശക്തനായ പിതാവും എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക. വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമായൊരു തലമാണ് അവിടെ വെളിവാവുക. നമ്മുടെ ദൈവം സർവശക്തനാണ്, അതേസമയം അവിടുന്ന് പിതാവാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുക. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വചനം ചോദിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞൊരു വചനമുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം സർവശക്തനാണ്. അവിടുത്തെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും മനുഷ്യബുദ്ധിക്ക് അളക്കുന്നതിലും അപ്പുറമാണ്. കർത്താവായ യേശു തന്നെ ഒരു വചനം പറയുന്നുണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 10:27 വചനം ഇങ്ങനെയാണ് പറയുക, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. പ്രകാരം ശക്തിയുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. 124-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ ഒരു വിശ്വാസം ഏറ്റവും അത്യാവശ്യമാണ്. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഈ ഒരു മാതൃക, വിശ്വാസം എന്ന ഈ ഒരു മാതൃക നമ്മുടെ ഹൃദയത്തിലേക്ക് മുറുകെ പിടിക്കണം. ഇപ്രകാരമാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുക. അത്ര അധികമായിട്ട് ദൈവീക സ്നേഹം, ദൈവികമായിട്ടുള്ള വിശ്വാസം നമ്മിലേക്ക് വന്ന് നിറയും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഈ വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം തരുക എന്നുള്ളൊരു കാര്യം. കർത്താവ് യേശു പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11:24 കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈശോ കുറച്ചുകൂടി വ്യക്തമായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കുമെന്നാണ് കർത്താവ് പറയുക. ചെറിയൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആഫ്രിക്കൻ മിഷണറി വൈദികൻ പങ്കുവച്ച ഒരു അനുഭവം. അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ മിഷണറി ജീവിതകാലത്ത് ഒരു അനാഥാലയത്തിലായിരുന്നു ഈ വൈദികൻ തൻ്റെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഈ അനാഥാലയത്തിൽ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുമ്പോൾ വലിയൊരു കൊടും തണുപ്പത്ത് ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് അതിൻ്റെ അമ്മ കടന്നു പോയിരിക്കുന്നു. ഏറെ സങ്കടത്തോടുകൂടി കുഞ്ഞിനെ ഈ വൈദികൻ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള കുരുന്നുകളോട് പറയുകയാണ്, നമുക്ക് പുതിയൊരു അതിഥിയെ കൂടെ ദൈവം തന്നിരിക്കുന്നു, പുതിയൊരു സഹോദരനെ കൂടെ, ഒരു കുഞ്ഞനിയനെ കൂടെ ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുകയാണ്. എന്നിട്ട് വൈദികൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്നാൽ ഈ കുഞ്ഞിന് സംരക്ഷണം നൽകാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ച് വെച്ച് അവിടെയുള്ള കുരുന്നുകളോടൊപ്പം ഈ വൈദികൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന് സംരക്ഷണം കൊടുക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു ഹോട്ട് ബാഗ് എങ്കിലും, ആ തണുപ്പത്ത് ചൂട് കൊടുക്കാനായിട്ട് ഒരു ഹോട്ട് ബാഗ് എങ്കിലും വേണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദിവ്യകാരുണ്യനാഥന് മുന്നിലിരുന്ന്. അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈശോയുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനിയന് എത്രയും പെട്ടെന്നൊരു ഹോട്ട് ബാഗ് കൊടുക്കണം. ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രാർത്ഥന. അതിനുശേഷം അവൾ തിരിച്ചു പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് കളിക്കാൻ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കളിപ്പാട്ടമൊന്നുമില്ല, അതുകൊണ്ട് ഒരു പാവക്കുട്ടിയെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി പോയി ഇരിക്കുക. ഈ വൈദികൻ പറയുന്നുണ്ട്, സ്നേഹം നിറഞ്ഞവരെ, പിറ്റേ ദിവസം വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അത് രാവിലെ തന്നെ അവിടെ ഒരു കൊറിയർ ബോക്സ് എത്തുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നും പാക്ക് ചെയ്ത് അയച്ച ഒരു കൊറിയർ ബോക്സ്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി ഈ ബോക്സ് തുറക്കുമ്പോൾ ഇവർ കാണുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും മുകളിൽ തന്നെ ഈ കുഞ്ഞ് പ്രാർത്ഥിച്ച ഹോട്ട് ബാഗ് ഇരിക്കുകയാണ്.
കർത്താവിൻ്റെ വലിയ മഹത്വം അവിടെ പ്രകടമാവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന്. അത്രയധികം കരുതലുള്ള സ്നേഹമുള്ള ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ ഏറെ സ്നേഹത്തോടുകൂടെ ഇവരെല്ലാം അത് കൊറിയർ ബോക്സിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ആ കുഞ്ഞ് ചോദിച്ച ഒരു പാവക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പരിപാലന വെളിവാകുന്ന ഒരു സംഭവം. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അതുപോലെ തന്നെ ദൈവം നമ്മളുടെ പിതാവാണ്, സ്നേഹമുള്ള പിതാവാണ്. വചനം പറയുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുക. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. അത്ര വലിയൊരു സ്നേഹമുള്ളൊരു പിതാവ്, അത്ര സർവ്വശക്തിയുള്ളൊരു പിതാവ് നമ്മെ കരുതുന്നു, പരിപാലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ് പറയുക. സ്നേഹം നിറഞ്ഞവരെ, എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൊണ്ടുവരുവാനായിട്ട് ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടേത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം പോലും ദൈവത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം. ആ ഒരു ബോധ്യത്തിൻ്റെ ശക്തമായ വിശ്വാസം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസമാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിലും ഏറെ സഹനത്തിൻ്റെ ശക്തിയോടുകൂടി നിലനിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ സഹായിച്ചത്. ജീവിതത്തിൽ വലിയ സഹനങ്ങൾ കടന്നു വരുമ്പോഴും ദുഃഖങ്ങൾ കടന്നു വരുമ്പോഴും ഒരിക്കൽ പോലും ദൈവത്തിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ, കാരണം ദൈവം ഏറ്റവും വലിയ നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഉറച്ച വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൻ്റെ വരത്തിനായിട്ട് നമ്മൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് കർത്താവിൻ്റെ സഹായത്തിനായിട്ട് യാചിക്കാം. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നിരുന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് അമ്മയുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് തിളങ്ങി നിന്നിരുന്ന വിശ്വാസം എന്ന പുണ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാകുന്ന വിശ്വാസ വരത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തോട് ചേർന്ന് വരുന്ന ഒരു പുണ്യമുണ്ട്, അനുസരണം എന്ന് പറയുക. കാരണം വിശ്വാസവും അനുസരണവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുണ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന വലിയ സ്നേഹത്തിൻ്റെ അനുസരണം നമ്മൾ കാണുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ എന്ന് പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ. അതുപോലെ തന്നെ അഗസ്റ്റസ് സീസർ ജനസംഖ്യ എടുക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അധികാരത്തോടുള്ള വിധേയത്വത്തെ പ്രതി അതിനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയെയും വിശുദ്ധ ഔസ്യപിതാവിനെയും നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നല്ലാതെ അധികാരം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്നാണ് അധികാരങ്ങളെല്ലാം വരുന്നത്. അതിനാൽ അധികാരത്തോടുള്ള ഒരു വിധേയത്വം, അനുസരണം എന്നുള്ളത് ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു പുണ്യമായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പുണ്യമാണ്. എപ്രകാരമാണ് നമ്മൾ അനുസരിക്കുക? നമ്മളുടെ ജീവിതത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ ദൈവത്തിൻ്റെ സ്വരമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് കേൾക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അനുസരണത്തിൻ്റെ പാതയിലാണ് നമ്മൾ ചരിക്കുക. ഇപ്പോൾ സന്യാസികളെക്കുറിച്ച് അല്ലെങ്കിൽ റിലീജിയസ് പീപ്പിളിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്വരം ഏറ്റവും വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തികളെന്ന് പറയുക. കാരണം സ്വന്തം മേലധികാരികളുടെ വാക്കിൽ ദൈവത്തിൻ്റെ സ്വരം ഏറ്റവും വ്യക്തമായിട്ട് അവർക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. എത്ര വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിലും ഏറ്റവും എളിമയോടുകൂടി കീഴ്വഴക്കത്തോടുകൂടി നമ്മൾ കേൾക്കുമ്പോൾ അത് ദൈവത്തിലെ അനുസരിക്കുക തന്നെയാണ് എന്ന് പറയുന്നുണ്ട് വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ മാർപ്പാപ്പമാർ, മെത്രാന്മാർ, പുരോഹിതർ, നമ്മുടെ ആത്മീയ ചുമതലയുള്ളവർ പറയുമ്പോൾ ഏറ്റവും എളിമയോടുകൂടി നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ മഹത്വം നൽകുകയാണ്. കർത്താവായ യേശു കുരിശിൽ ഏറ്റവും അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തിയെന്നാണ് പറയുക. ഫിലിപ്പി ലേഖനം 2:8 പറയുന്നുണ്ട്, അവൻ തന്നെ താഴ്ത്തി കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി എന്ന് വചനം പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അത്ര അധികമാണ് ഈ അനുസരണത്തിൻ്റെ വലിയ മഹാത്മ്യം എന്ന് പറയുക. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു അനുസരണം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ദൈവിക കൃപകൾ ലഭിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിനോട് സംസാരിക്കുവാനായിട്ട് യേശുവിൽ നിന്ന് ദർശനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്തിരുന്ന, ജീവിതകാലത്ത് തന്നെ വളരെ ശക്തമായിട്ട് ദൈവിക ഇടപെടലുകൾ, ദൈവിക സന്ദേശങ്ങൾ ലഭിച്ച ഈ വിശുദ്ധ ഒരിക്കൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണ ആത്മാവ് വിശുദ്ധയുടെ പക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സഹായം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുക: നാളത്തെ ദിവസം എനിക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് തിരുമനസ്സാകും. അപ്പോൾ വിശുദ്ധ ഏറെ സന്തോഷത്തോടുകൂടി സമ്മതിക്കുകയാണ്. എന്നാൽ എൻ്റെ മേലധികാരിയോടൊന്ന് ഒരു അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ തൻ്റെ സുപ്പീരിയർ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുപ്പീരിയർ സിസ്റ്റർ പറയുന്നുണ്ട്, നിൻ്റെ ആരോഗ്യം തീരെ മോശമാണ്, അതുകൊണ്ട് നീ ഉപവസിക്കേണ്ട. ഇതായിരുന്നു സുപ്പീരിയർ സിസ്റ്ററിൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു ആത്മാവിൻ്റെ കാര്യമാണ് എങ്കിൽ പോലും അനുസരണത്തിൻ്റെ കീഴിൽ നിശബ്ദയായിട്ട് വിശുദ്ധ പള്ളിയിലേക്ക് തിരികെ ചെല്ലുകയാണ്. അപ്പോൾ കാണുന്നത് ആ ആത്മാവ് തന്നെ വലിയ മഹിമയോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്: നിൻ്റെ മഹനീയമായ പുണ്യമായ അനുസരണത്താൽ എൻ്റെ ആത്മാവ് ഈ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് യേശു എടുത്തു എന്നാണ് പറയുക. അത്ര മഹത്തായതാണ് അനുസരണം എന്ന് പറയുക. കാരണം നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം കൂടെ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നതാണ്. എന്നാൽ ഈ അനുസരണത്താൽ എൻ്റെ ആത്മാവിനെ കർത്താവ് ഈ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് പറയുക. അത്ര മഹത്തായ ഈ ഒരു അനുസരണത്തിൻ്റെ പുണ്യം പരിശുദ്ധ അമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട്, ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് അനുസരണത്തിൽ ജീവിക്കുമ്പോൾ യേശു തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന രംഗം വരെ ഏറ്റവും വിനീതനായിട്ട് ദൈവപിതാവിൻ്റെ ഹിതത്തിന് കീഴിൽ അനുസരണമുള്ളവനായിട്ട് നിന്നു എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും വായിക്കുക. പിതാവ്, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് മുന്നിൽ അനുസരണമുള്ളവനായിട്ട് നിന്നുകൊണ്ട് ആദിയിൽ മനുഷ്യർ ചെയ്ത അനുസരണക്കേടിന് പരിഹാരം ചെയ്യുകയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ ഈ ഒരു അനുസരണം പൈശാചിക ശക്തികൾക്ക് വലിയ ഒരു തിരിച്ചടിയാണ്. ഏറ്റവും എളിമയോടുകൂടി കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് യേശുവിൻ്റെ അനുസരണത്തിൽ പങ്കാളിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഈ ഒരു പുണ്യത്തിൻ്റെ നിറവിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി അമ്മയെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്നേഹ തീഷ്ണത ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ. അനുസരണമെന്ന പുണ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അഭ്യസിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത ഒരു പുണ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ അമ്മ ഏറ്റവും ശക്തമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു പുണ്യമാണ് പ്രത്യാശ അഥവാ ശരണമെന്ന് പറയുക. നമ്മളിപ്പോൾ ധ്യാനിച്ചു കേൾക്കുക 3 പുണ്യങ്ങൾ ദൈവിക പുണ്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, ഉപവി. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു പുണ്യമാണിത്. ഇതിൽ ശരണം അഥവാ പ്രത്യാശ എന്ന ഈ ഒരു പുണ്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിലനിന്ന ഒരു പുണ്യമാണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രത്യാശയുടെ ഏറ്റവും ഉയർന്ന തലമാണ് ദൈവത്തിലുള്ള കോൺഫിഡൻസ് എന്ന് പറയുക. ഏറ്റവും വലിയ സ്നേഹമായ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയത്വ ബോധം. ദൈവം തന്നെ നമ്മളെ താങ്ങും, ദൈവം തന്നെ നമ്മളുടെ കരം പിടിവത്തിൽ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയിൽ ആശ്രയിക്കുന്നത് പോലുള്ള ഒരു ആശ്രയത്വ ബോധം. അപ്രകാരമുള്ള ഒരു ആത്മാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ദൈവപരിപാലന വെളിപ്പെടുന്നതായിട്ട് നിരവധി വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇത് വളരെ വ്യക്തമാണ്. തിരുസഭ മാതാവ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഒരു പുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക: പ്രത്യാശയുള്ള ഒരു ആത്മാവ്, ദൈവത്തിൽ ആഴമായിട്ട് ശരണം വയ്ക്കുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് പറയുക. എത്ര അധികമായിട്ട് ദൈവത്തിൽ ഒരു ആത്മാവ് ശരണപ്പെടുന്നുവോ, ആത്മാവ് ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ശക്തിയിലും ദൈവത്തിൻ്റെ വലിയ നന്മയിലുമാണ്. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നന്മയെയും കുറിച്ച്. ഇപ്രകാരം ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ വലിയ നന്മയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഒരു ആത്മാവ് ഒരിക്കൽ പോലും നശിച്ചു പോവുകയില്ല എന്ന് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ ജോൺ ഓഫ് ലാഡർ എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. ഈ വിശുദ്ധൻ പറയുന്നൊരു കാര്യമാണ് തൻ്റെ പുസ്തകത്തിൽ സ്വർഗാരോഹണ ഗോവണി എന്ന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതി വയ്ക്കുന്നൊരു കാര്യമാണ്: പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് പറയുക നിരാശ എന്ന പാപമാണ്. ഒരു ആത്മാവിനെ തകർക്കുവാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഈ നിരാശ എന്ന് പറയുക. കാരണം അത് പ്രത്യാശയ്ക്ക് എതിരായിട്ടുള്ള ഒരു പാപമാണ്.
ഈ ഒരു പാപം ഒരു ആത്മാവിൻ്റെ മനസ്സിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ ആത്മാവിനെ ആ പിശാചിന് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവമേ എന്ന് സ്നേഹത്തോടെ വിളിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യാശ ആ ആത്മാവിലുണ്ടെങ്കിൽ ആ ആത്മാവ് രക്ഷപ്പെടുമെന്ന് ഈ വിശുദ്ധൻ സൂചിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ യേശു വിശുദ്ധ ഫൗസീനായോട് പറയുന്നുണ്ട്, ഒരു ആത്മാവിൻ്റെ പാപം കടൽ തീരത്തെ മണൽത്തരികളെക്കാളും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും കൂടുതലാണെങ്കിലും അവൻ എൻ്റെ കാരുണ്യത്തിൽ ശരണം വയ്ക്കട്ടെ. അപ്രകാരം എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന ഒരു ആത്മാവ് പോലും നശിച്ചു പോവുകയില്ല എന്നാണ് പറയുക. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ നടന്നാലും തളരുകയില്ല, ഓടിയാലും ക്ഷീണിക്കുകയില്ല എന്നാണ് വചനം പറയുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വലിയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സ്നേഹം നിറഞ്ഞവർ, വളരെ പ്രത്യേകമായിട്ട് എപ്രകാരമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്ര സ്നേഹത്തോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് അണയണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു വിധേയത്വത്തോടുകൂടി, എളിമയോടുകൂടി എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ കേട്ട ആ ഒരു വചനം, റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം, അത് നമ്മളെ വലിയൊരു പ്രത്യാശയിലേക്ക് നയിക്കും. വളരെ പ്രത്യേകമായിട്ട് സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. 27-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം, കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എന്നിട്ട് 27-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയമറിയുകയില്ല, എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറയുക. സ്നേഹം നിറഞ്ഞവരെ, അത്രയേറെ ശക്തമാണ് ഈ വിശുദ്ധൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വ ബോധം. പിന്നീട് ഈ 27-ാം അധ്യായത്തിൽ തന്നെ 10-ാമത്തെ തിരുവചനത്തിൽ ഈ സങ്കീർത്തകൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് കൈക്കൊള്ളും എന്നുള്ള ആ ഒരു മഹത്തായ ഒരു വാക്യം. എത്ര അധികമായിട്ട് ദൈവത്തിലുള്ള ഒരു ആശ്രയത്വ ബോധം, ഒരു ശരണം നമ്മളുണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു അപ്പനും തൻ്റെ മകനും കൂടെ ഒരു ഗ്രാമപ്രദേശത്തു കൂടെ നടന്നു പോവുകയാണ്. ഈ സമയം ഒരു കൊച്ചരുവിയുടെ പക്കൽ ഒരു തെങ്ങിൻ്റെ തടി പാലമുണ്ടായിരുന്നു. ഈ പാലം കടക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് ഈ അപ്പൻ തൻ്റെ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മകനെ നീ എൻ്റെ കൈ പിടിച്ചോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തെങ്ങിൻ തടി പാലത്തിലൂടെ കടക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുകാല് വഴുതി വെള്ളത്തിൽ വീണേക്കാം. അപ്പോൾ ഈ കുഞ്ഞ് അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അപ്പൻ്റെ കരം പിടിക്കില്ല. അപ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ കുഞ്ഞ് തുടരുകയാണ്, ഞാൻ അപ്പൻ്റെ കൈ പിടിച്ചാൽ ഒരുപക്ഷെ എൻ്റെ കുഞ്ഞു കൈ അപ്പൻ്റെ കയ്യിൽ നിന്നും തെന്നിപ്പോയേക്കാം, അതുകൊണ്ട് അപ്പൻ തന്നെ എൻ്റെ കരം പിടിക്കണം. അപ്പൻ എൻ്റെ കരം പിടിക്കുകയാണെങ്കിൽ എൻ്റെ കാല് വഴുതിയാലും ഞാൻ അപ്പൻ്റെ കൈകളിലുണ്ടാവും. ഇത് ശക്തമായിട്ടുള്ളൊരു ആശ്രയത്വ ബോധമാണ് പറഞ്ഞു തരിക. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പൂർണ്ണമായിട്ടൊരു പ്രത്യാശയോടെ നിൽക്കുക എന്നുള്ളത്. 131-ാം സങ്കീർത്തനം 2-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, മാതാവിൻ്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ഒരു ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഇസ്രായേലേ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക എന്ന്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ആത്മാവിൻ്റെ വലിയ ശക്തി അവിടെ പ്രകടമാവുകയാണ്. വളരെ പ്രത്യേകമായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ വിശുദ്ധ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് ആശ്വാസം നൽകുന്നു, ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്നാണ് പറയുക. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം നമ്മോട് കൂടെയുണ്ട്. ആ സ്നേഹത്തിൽ പൂർണ്ണമായിട്ടും ശരണപ്പെട്ട് ആശ്രയിച്ച് കഴിയുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു മേഖലയോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ ഓരോ വ്യക്തികളെയും വലിയ മാനസാന്തരത്തിലേക്ക്, വലിയ സ്നേഹത്തിലേക്ക് കടന്ന് വിളിക്കുന്ന ഒരു മേഖലയാണ് ഈ ശരണം എന്ന പുണ്യത്തിലൂടെ. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ അന്ത്യവിനാഴികയിൽ പരിശുദ്ധ അമ്മ കടന്നു വന്നിട്ട് അവരെ മരണനേരത്ത് സംരക്ഷിക്കുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലുകൾ. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന്. കാരണം നമ്മളുടെ മരണനേരം
ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ആ സമയത്ത് തിന്മയുടെ അരൂപികൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വന്ന് നമ്മോട് കൂടെ നിൽക്കുമെന്നാണ് പറയുക. ഏറ്റവും ശക്തയായിട്ടുള്ള അഭിഭാഷകയായിട്ട് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരി തൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വ കീർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ ജപമാല പ്രസംഗത്തിന് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് നടന്ന ഒരു സംഭവം. ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം അവിടെ ഒരു വലിയൊരു ദാരുണമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അലക്സാണ്ട്ര എന്നു പേരുള്ള ഒരു യുവതി, ആ യുവതിയെ 2 യുവാക്കന്മാർ ഒരേ സമയം സ്നേഹിച്ചിരുന്നു. അവസാനം ഇവർ തമ്മിൽ വഴക്കായി വാളുകൊണ്ട് വെട്ടി ഈ യുവാക്കൾ 2 പേരും മരിക്കുകയാണ്. എന്നാൽ ഈ മരണത്തിൻ്റെ കാരണക്കാരി അലക്സാണ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാക്കളുടെ വീട്ടുകാർ വന്ന് ഈ യുവതിയെ കൊന്ന് ശിരസ് ഛേദിച്ച് ഒരു കിണറ്റിലേക്ക് ഇടുകയാണ്, ഒരു പുട്ടക്കിണറ്റിലേക്ക്. ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കിണറിലാണ് ഇടുക. വിശുദ്ധ ഡൊമിനിക്ക് അതുവഴി നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, അലക്സാണ്ട്ര നീ പുറത്തു വരിക. അപ്പോൾ ഛേദിക്കപ്പെട്ട അലക്സാണ്ട്രയുടെ ശിരസ് ആ കിണറിൻ്റെ വക്കിൽ വന്ന് നിന്നു എന്നാണ് പറയുക. എന്നിട്ട് അലക്സാണ്ട്രയുടെ ശിരസ് ചോദിക്കുന്നുണ്ട്, പിതാവേ അങ്ങനെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധൻ അലക്സാണ്ട്രയുടെ ശിരസിൻ്റെ കുമ്പസാരം കേൾക്കുകയാണ്. എന്നിട്ട് വിശുദ്ധൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു മഹത്തായ കാര്യം നിനക്ക് എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും സിദ്ധിച്ചതെന്ന് പറയുമ്പോൾ ഈ അലക്സാണ്ട്രയുടെ ശിരസ് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പരിശുദ്ധ അമ്മയോട് വളരെ അധികമായ സ്നേഹമുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിന്ന് വീഴ്ച വരുത്തിയിട്ടില്ല. അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി നിരവധി പ്രാർത്ഥനകൾ ഞാൻ ചൊല്ലുമായിരുന്നു. എന്നാൽ അതേസമയം ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ വലിയൊരു മാരക പാപത്തിലായിരുന്നു. അതിനനുദപിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ ഈ ഒരു അനുവാദം ദൈവത്തിൽ നിന്ന് വാങ്ങി തന്നു എന്നാണ് പറയുക. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥത്തിൻ്റെ വലിയൊരു സംഭവമാണ് നമ്മളിവിടെ കാണുക. ഇതുപോലെ തന്നെ കുമ്പസാരം ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മളെ ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു കൂദാശ, പ്രത്യാശയുടെ വലിയ തലങ്ങൾ, ദൈവത്തിലുള്ള ശരണത്തിൻ്റെ തലങ്ങൾ നമ്മൾ വെളിപ്പെടുത്തി തരുന്നൊരു കൂദാശയാണ് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള കുമ്പസാരം എന്ന് പറയുക. ഓരോ കുമ്പസാരക്കൂടിൻ്റെ പക്കലും പരിശുദ്ധ അമ്മയും യേശു ക്രിസ്തുവും അവിടെ ഉണ്ടാകും. നമ്മളെ സ്നേഹത്തോടുകൂടി നമ്മുടെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ട് ഈ കുമ്പസാരക്കൂടിൻ്റെ പക്കലേക്ക് നമ്മളെ വലിച്ചടുപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥമാണ്. ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചന വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം, ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, വളരെ ശക്തമായിട്ടുള്ള ഒരു വചനമാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളാകുന്ന മുള്ളുകൾ മുൾച്ചെടികൾ കർത്താവിൻ്റെ തിരുരക്തത്താൽ ദഹിപ്പിച്ച് കളയുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുക. ഒരിക്കൽ വിശുദ്ധ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, വ്യാകുല മാതാവിൻ്റെ സഭാസ്ഥാപകൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഗബ്രിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിന്മയുടെ അരൂപി വന്നിട്ട് വിശുദ്ധനെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ ഈ തിന്മയുടെ അരൂപി അവിടെ നിന്നും അലറിക്കൊണ്ട് പോകുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, കുമ്പസാരം എന്ന കൂദാശയെ ഞാൻ ഏറ്റവും അധികമായിട്ട് വെറുക്കുന്നു. കാരണം ഞാൻ ഒരു ആത്മാവിനെ നരകത്തിൻ്റെ അടിത്തട്ടിൽ താഴ്ത്തി വയ്ക്കുമ്പോൾ പോലും ഈ കുമ്പസാരം എന്നൊരൊറ്റ കൂദാശ കൊണ്ട് ആ ആത്മാവ് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തുന്നു. അതുകൊണ്ട് എൻ്റെ പ്രവർത്തികളെല്ലാം നിഷ്ഫലമായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ തിന്മയുടെ അരൂപി അവിടെ നിന്ന് പോയി എന്നാണ് പറയുക. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു കുമ്പസാര കൂട്ടിലേക്ക്, കർത്താവിൻ്റെ കരുണയിലേക്ക്, ദൈവത്തിലുള്ള ആശ്രയബോധത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമാണ്. അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, എത്രമാത്രം വിശ്വസ്തയോടുകൂടി അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമോ അത്ര അധികമായിട്ട് നമ്മിലേക്ക് വിശുദ്ധീകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപകൾ അമ്മ നമ്മിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവത്തിൻ്റെ അമ്മയെ മാതാവേ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ ദൈവികമായിട്ടുള്ളൊരു ആശ്രയത്വ ബോധം ഞങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ആശ്രയത്വം, ഏറെ സ്നേഹത്തോടുകൂടെയുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ അടുത്തതായിട്ട് ധ്യാനിക്കുക സ്നേഹം അഥവാ ഉപവി എന്നൊരു പുണ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള ദൈവ സ്നേഹത്തിൻ്റെ അഗ്നിയാണത്. നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അഗ്നിയുടെ ഒരു ഭാഗമെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ
ഏറ്റവും സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ അഗ്നി വെച്ച് തരും. അത്ര വലിയ സ്നേഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോടുള്ളത്. വളരെ പ്രത്യേകമായിട്ട് വചനം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുക. ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു അർത്ഥമുണ്ട്. കാരണം നമ്മൾ ദൈവത്തിലും ഉപരിയായിട്ട് മറ്റൊരു നന്മ നമുക്ക് ലഭിക്കാനില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ പ്രതി മാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കട്ടെ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ദൈവത്തെ പ്രതി മാത്രമായിരിക്കട്ടെ എന്നാണ് പറയുക. അല്ല എങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അത് തെറ്റിപ്പോവും. ദൈവത്തെ പ്രതിയാകുമ്പോൾ നമ്മുടെ സ്നേഹം, നമ്മുടെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയായിക്കൊള്ളട്ടെ, ആരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് ദൈവത്തെ പ്രതിയാകുമ്പോൾ ആ സ്നേഹം വലിയ അഭിഷേകമുള്ളതായി തീരും, ദൈവ അനുഗ്രഹമുള്ളതായി തീരും. ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ വലിയ തകർച്ചകൾ, വലിയ ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ കടന്നു വരും. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ പ്രതി മാത്രം സകലരെയും സ്നേഹിക്കുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹം, ഒരമ്മയുടെ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. എത്ര അധികമായിട്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഒരമ്മ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഓലമെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞ്, തൻ്റെ 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, തൊട്ടടുത്തുള്ള ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് പന്ത് തട്ടി കളിച്ച് വീണു പോവുകയാണ്. ഈ ശബ്ദം കേട്ട് കരഞ്ഞുകൊണ്ട് അമ്മ ഓടി വരുന്നുണ്ട്. അമ്മ നോക്കുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതാണ്. ഏറെ സങ്കടത്തോടുകൂടി അമ്മ മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിലേക്ക് എടുത്തു ചാടുകയാണ്. ആ ചാട്ടത്തിൻ്റെ ആഘാതത്തിൽ കിണറ്റിലുണ്ടായ ഒരു മരക്കുറ്റി ഈ അമ്മയുടെ വയറ് തുളച്ച് പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും ആ വേദനയുടെ നടുവിലും അമ്മ കുഞ്ഞിനെ വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അവിടെ ആളുകൾ ഓടിക്കൂടി ഇവരെ രക്ഷിച്ചു കരയിലെത്തിച്ചപ്പോഴേക്കും ഈ അമ്മയുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. എന്നാലും ഈ കുഞ്ഞ് അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. ഇതുപോലെ വളരെ ശക്തമാണ് ഒരു അമ്മയുടെ സ്നേഹമെന്ന് പറയുക. പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം പുത്രൻ്റെ കാൽവരി കുരിശിൻ്റെ കീഴിൽ ഏറെ സ്നേഹത്തോടുകൂടി സഹനത്തോടുകൂടി നമ്മുടെ സ്നേഹത്തിനായിട്ട് നിൽക്കുമ്പോൾ, കുരിശിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അഭിഷേകം ലോകത്തിലേക്ക് നൽകുകയാണ്. കർത്താവിൻ്റെ രക്ഷ നൽകുവാനായിട്ട് അമ്മയും അവിടെ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, രക്തസാക്ഷികളുടെ മാതാവ് എന്ന്. ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായിട്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹം അത്ര അഗാധമായിരുന്നു, യേശുവിനോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ, യേശുവിൻ്റെ സഹനങ്ങൾ ഓരോന്നും അമ്മയുടെ വലിയ രക്തസാക്ഷിത്വമായിരുന്നു. ജീവനോടുകൂടെ കർത്താവിനായിട്ട് രക്തസാക്ഷിത്വം വരിച്ച പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ രക്തസാക്ഷികളുടെ മാതാവ് എന്ന് വിളിക്കുക. നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു പുണ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ വചനങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. യേശു പറയുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. വളരെ ഏറെ എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി കർത്താവിൻ്റെ ഈ ഒരു പുണ്യത്തെ നമ്മളൊന്ന് ധ്യാനിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഈ ഒരു പുണ്യത്തെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കർത്താവിൻ്റെ ഹിതം ഞങ്ങളിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവികമായിട്ടുള്ള സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ പൂരിതരായിട്ട് ദൈവിക സ്നേഹത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച കർത്താവിൻ്റെ ആ ഒരു സ്നേഹം ഞങ്ങളിലേക്ക് നൽകണമേ. അടുത്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളൊക്കെ പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യമാണ് ക്ഷമ എന്ന് പറയുക. വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് പറയുക? പരിശുദ്ധ അമ്മയോട് നമ്മൾ അമ്മയുടെ പുണ്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമാണ്, സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊറിന്തോസ് 13-ാം അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന് നൽകുന്ന ഏറ്റവും ആദ്യത്തെ വിശേഷണം ഇതാണ്: സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് എന്നാണ് പറയുക. ദീർഘക്ഷമ. ഈ ഒരു ദീർഘക്ഷമ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. ദീർഘക്ഷമയോടുകൂടി കർത്താവിൻ്റെ പക്കൽ എളിമയോടുകൂടി നിൽക്കുന്ന ദൈവത്തിൻ്റെ അമ്മ. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന്. വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ
പരിശുദ്ധ അമ്മയുടെ ഇഷ്ടദാസിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ ഒരു മഹാവിശുദ്ധയുണ്ട്. അഗ്രദോയിലെ വിശുദ്ധ മറിയം എന്ന് അറിയപ്പെടുന്ന ഒരു വിശുദ്ധ. ഫാത്തിമ മാതാവിൻ്റെ ദർശനങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധയുടെ ജീവചരിത്രം വായിക്കണം, ഈ വിശുദ്ധയുടെ ഗ്രന്ഥങ്ങൾ വായിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ഈ വിശുദ്ധയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം മുഴുവനായിട്ട് ദർശന സാഹിത്യത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദൈവ നഗരമെന്നാണ്, ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഈ വിശുദ്ധയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഗ്രദോയിലെ വിശുദ്ധ മറിയം എന്ന് പറയുന്ന ഈ വിശുദ്ധ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധ, മിണ്ടാമടത്തിൽ ആരും അറിയപ്പെടാതെ ജീവിച്ചിരുന്ന വിശുദ്ധ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ബൈലൊക്കേഷൻ എന്നൊരു കൃപയാൽ നിരവധി സ്ഥലങ്ങളിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു എന്നാണ് പറയുക. അത്രയേറെ കൃപകളുള്ള ഈ ഒരു വിശുദ്ധയുടെ ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപിതാവിന് മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ക്ഷമിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെന്നാൽ ദൈവപിതാവിന് സന്നദ്ധതയുള്ള സ്നേഹമാണ് ദൈവപിതാവിൻ്റേത്. എന്നാൽ ദൈവത്തിന് ക്ഷമിക്കുവാനായിട്ട് പറ്റാതെ വരുന്നൊരു മേഖലയുണ്ട്. കാരണം സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന ഒരു ആത്മാവിനോട് ക്ഷമിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുന്നില്ല എന്ന് പറയുക. ദൈവത്തിന് ഏറ്റവും അധികം വേദന ഉളവാക്കുന്ന ഒരു പാപമായിട്ട് പറയുക മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അവരെത്ര വലിയ തിന്മ നമ്മോട് ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ക്ഷമിക്കുമ്പോൾ വലിയ കൃപയാണ് നൽകുക. പരിശുദ്ധ അമ്മയുടെ വലിയ ക്ഷമ നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അമ്മയുടെ പുത്രൻ്റെ മരണത്തിന് കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ വലിയ പാപങ്ങളാണ്. എന്നിട്ട് നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് ഏറ്റവും കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മ തൻ്റെ മകനിലേക്ക് നമ്മളെ വലിച്ചടുപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസോസ് ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. ഇതിൽ പറയുക ഇങ്ങനെയാണ്, വളരെ പ്രത്യേകമായിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ ദൈവം യേശു ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ വർത്തിക്കുവാനെന്ന്. സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു പുണ്യത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മാതാവേ, കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിച്ച അമ്മയുടെ വലിയ അനുഗ്രഹം, അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നാം എല്ലാവരും ഏറെ സ്നേഹത്തോടുകൂടെ അനുഷ്ഠിച്ചു വരുന്ന വലിയൊരു മഹത്തായ ഭക്താഭ്യാസമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള സമർപ്പണം എന്ന് പറയുക. ഈ ഒരു സമർപ്പണം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര അധികമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ അത്ര അധികമായിട്ട് അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഈ ശക്തമായിട്ടുള്ള ഈ ഒരു സമർപ്പണത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോൾ, ഓരോ നിമിഷവും നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എത്ര അധികമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയാം വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമുക്ക് പറഞ്ഞു തരുന്ന മരിയൻ പ്രതിഷ്ഠയെക്കുറിച്ച്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉപ്പാണിയച്ചൻ തൻ്റെ പുസ്തകത്തിൽ കൃപയ്ക്ക് മേൽ കൃപ എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായത്തോടുകൂടെ തന്നെ നമുക്കെല്ലാവർക്കും ലളിതമായിട്ട് ഗ്രഹിക്കാവുന്ന രീതിയിൽ ഈ സമർപ്പണം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഈ ഒരു സമർപ്പണം ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇടപെടുന്ന നിരവധി അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരവധിയായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപകൾ നൽകിയ ഒരു പുസ്തകമാണ് ഈ ഒരു കൃപയ്ക്ക് മേൽ കൃപ എന്ന പുസ്തകം. ഞാനൊരു വർഷം തന്നെ ഒരു 3-4 തവണ ഈ ഒരു സമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്ക് മുൻപായിട്ട് ഓഗസ്റ്റ് 6-ാം തീയതി തന്നെ ഈ സമർപ്പണം തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരുനാളിന് മുമ്പായിട്ട് ഈ ഒരു സമർപ്പണം ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര അധികമായിട്ട് നമ്മൾ ഓരോ തവണ ഈ സമർപ്പണം ചെയ്യുമ്പോഴും അത്ര അധികമായിട്ട് അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അമ്മയുടെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഈ സമർപ്പണത്തിൻ്റെ പ്രധാന ഒരു ഘടകത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സമർപ്പണത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുക 5 കാര്യങ്ങളാണെന്ന് പറയുക. ഈ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുക. നമ്മൾ
കൃപയ്ക്ക് മേൽ കൃപ എന്ന ഈ പുസ്തകത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ശരീരവും അതിൻ്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ ഇന്ദ്രിയങ്ങളോടും കൂടെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തമല്ല, മറിച്ച് അമ്മയുടെ സ്വന്തമാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടെയുള്ള ഒരു അടിമ സമർപ്പണം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ ശക്തികളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്കിപ്പോഴുള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതും ആയ ഭൗതിക സമ്പത്തും എല്ലാ വസ്തുവകകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവർ, അതുപോലെ തന്നെ നമ്മുടെ പുണ്യങ്ങൾ, യോഗ്യതകൾ, ആത്മീയ സമ്പത്ത് അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ബരമേൽപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പുണ്യങ്ങളുടെ യോഗ്യതകൾ അതും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ ചിന്തിച്ചേക്കാം, ഇപ്രകാരം നമുക്കുള്ളത് അമ്മയ്ക്ക് കൊടുത്താൽ നമ്മൾ ഒന്നുമില്ലാത്തവരായി പോകില്ലേ എന്ന്. എന്നാൽ ഏറ്റവും ചെറിയ കാര്യം കൊടുത്ത് ഏറ്റവും വലിയ ഒരു സമ്പത്ത് നേടുകയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം തന്നെയാണ് ഈ സമർപ്പണത്തിലൂടെ അമ്മ നമുക്ക് നൽകുക. സ്നേഹം നിറഞ്ഞവരെ, അത്ര വലിയ സ്നേഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക്. നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും കണ്ടറിഞ്ഞ് അവരുടെ ഹൃദയം കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്നാൽ ഈ സമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം അമ്മ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ വലിയ കൃപകൾ അമ്മ എത്തിക്കും. പ്രസാദവരങ്ങളുടെ വിതരണക്കാരിയായെന്ന് വിശുദ്ധ അഗസ്റ്റിൻ വിളിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ശക്തമായിട്ട് പ്രസാദവരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് ശക്തമായിട്ട് വർഷിക്കുന്ന ഒരു വലിയൊരു പുണ്യത്തിൻ്റെ അഭിഷേകമുള്ള ഒരു സമർപ്പണമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വിമല ഹൃദയ സമർപ്പണം. ഈ സമർപ്പണം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കേട്ട പുണ്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്ന സകല പുണ്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് അമ്മ വെച്ചു മാറുന്നുണ്ട്. എത്രമാത്രം ഒരുക്കത്തോടുകൂടി നമ്മൾ ഈ സമർപ്പണം ചെയ്യുന്നുവോ അപ്രാധികമായിട്ട് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരും. പുണ്യവാന്മാരുടെ ഐക്യത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവവുമായിട്ട് നമ്മളെ ഐക്യപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കും. ദൈവപിതാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയായിട്ട്, ദൈവമാതാവായിട്ട് മാറുന്നുണ്ട്. പുത്രനോട് ഐക്യപ്പെട്ടുകൊണ്ട് അവതരിച്ച വചനമായ യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനമായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റഡ് ഇമാക്കുലേറ്റ് ആയിട്ട്, സൃഷ്ടിക്കപ്പെട്ട അമലോത്ഭവമായിട്ട് പരിശുദ്ധാത്മാവിനോടുകൂടി, അൺക്രിയേറ്റഡ് ഇമാക്കുലേറ്റ് എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ പറയുക. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു അമലോത്ഭവമായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഐക്യം, ദൈവവുമായിട്ടുള്ള ഐക്യം, പുണ്യവന്മാരുടെ ഐക്യത്തിൽ ആ ഒരു കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയൊരു സത്ത അതാണ്. വളരെ സ്നേഹത്തിൻ്റെ, സ്വർഗത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഈ ഒരു മേഖല. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി, എളിമയോടുകൂടി അമ്മയുടെ മക്കളായിട്ട് മാറുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ, കൃപയ്ക്ക് മേൽ കൃപ എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ വലിയ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ പക്കലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. ആവേ മരിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്ന് പറഞ്ഞവരെ നമുക്ക് പെട്ടെന്ന് തന്നെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. സമയം ഇത്തിരി കടന്നുപോയെന്ന് തോന്നുന്നു.